അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും തന്നെ എപ്പോഴും ദുആ ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഓരോന്ന് എഴുതി അറിയിക്കാനുള്ളതൊക്കെ കമൻറ്റിലൂടെ തന്നെ എഴുതി അറിയിക്കുക കേട്ടോ. എന്നാലാണ് ഞാൻ പെട്ടെന്നത് കാണുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട് എല്ലാവരെയും എപ്പോഴും. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, എന്നാലാണ് എല്ലാവരിലേക്കും വീഡിയോ എത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഓരോ ദിവസമായിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ളുഹർ, അതായത് ജുമുഅൻ്റെ മുന്നേ ആയിട്ട്. നമ്മൾ പുരുഷന്മാർക്കാണ് ജുമുഅ ഉള്ളത്. നമ്മൾ സ്ത്രീകൾ ളുഹർ നമസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ട്. ഇനിയിപ്പോൾ ളുഹാ നിസ്കരിക്കുന്നവരാണെങ്കിൽ ആ ളുഹാ നിസ്കരിച്ചതിൻ്റെ ശേഷമായിട്ടും ഈ പറയുന്ന ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു ദിക്റാണ് ഞാൻ ഇന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം ഞാൻ പറഞ്ഞില്ലേ ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇതുപോലെയുള്ള ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഒരുപാട് ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ദുആ ചെയ്യാം ആത്മാർത്ഥതയോട് കൂടിയിട്ട്. അല്ലാണ്ട് ഈ ദിക്റായാലും ചൊല്ലുന്ന സമയത്ത് ചൊല്ലുമ്പോൾ വേറെ എന്തൊക്കെയോ ആണ് മനസ്സിലൂടെ കടന്നു വരുന്നത്. ആ ഒരു രൂപത്തിലല്ല കേട്ടോ പറയുന്നത്. ഈ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് വേറെ ഒന്നിലേക്കും മനസ്സ് പോവാണ്ട് യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റാണ്. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ. മനസ്സിലായില്ലേ? എത്ര എണ്ണം? 1000 തവണയാണ് ചൊല്ലേണ്ടത്. 1000 തവണ യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ നിയ്യത്താക്കി ഇപ്പോൾ തന്നെ അങ്ങോട്ട് വെച്ചോളൂ. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ ഈ വീഡിയോ ചെയ്ത കാരണം അതാണ്. ളുഹറിൻ്റെ മുന്നേ ആയിട്ട് ചെയ്യേണ്ട ഒരു അമലായത് കൊണ്ടാണ് കേട്ടോ. ആരും തന്നെ ചൊല്ലാൻ മറന്നു പോവണ്ട. നിങ്ങളൊക്കെ മനസ്സിലുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നിയ്യത്താക്കി ചൊല്ലാവുന്നതാണ്. ഇന്ന കാര്യത്തിന് ചൊല്ലാൻ പറ്റുമോ എന്നൊരുപാട് പേര് ചോദിക്കും ഓരോ ദിക്ർ ഇടുന്ന സമയത്തായിട്ടും. ഇന്ന ഒരു കാര്യമുണ്ട്, ആ ഒരു കാര്യത്തിന് ഈ ദിക്ർ ചൊല്ലാൻ പറ്റുമോ? ഏത് കാര്യത്തിനും ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഈ ഒരു ദിക്ർ ഇന്ന് ജുമുഅൻ്റെ മുന്നേ, അതായത് നമ്മളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് ഇപ്പോൾ ഫുള്ളായിട്ട് സ്ത്രീകളാണ്. എന്നാൽ ജുമുഅൻ്റെ മുന്നേ ആയിട്ട് എന്ന് ഞാൻ പറയുന്നത് നമ്മൾ സ്ത്രീകൾക്ക് ളുഹർ നമസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ളുഹാ നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പായെന്നാണ് നിങ്ങൾക്ക് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ലാം. എവിടെയെങ്കിലും ഒന്ന് തനിച്ചിരുന്നു കൊണ്ട്, അല്ലാണ്ട് എല്ലാവരുടെയും കൂട്ടത്തിലിരുന്ന് സംസാരിക്കുന്ന സമയത്തായിട്ട് അങ്ങനെ ചൊല്ലുക. ആ രീതിയിലല്ല കേട്ടോ പറയുന്നത്. നല്ല മനസ്സോട് കൂടിയിട്ട് റബ്ബേ എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇന്നാലിന്ന വിഷമം എൻ്റെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ കടം കൊണ്ട് ഒരുപാട് പ്രയാസത്തിലാണ് അല്ലാഹ്, ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ ഞാൻ നിയ്യത്താക്കുന്നു റബ്ബേ. ഇന്ന് ഞാൻ ളുഹർ നമസ്കാരത്തിന് മുന്നേ ആയിട്ട് ഈ ദിക്ർ ഞാൻ ചൊല്ലി തീർക്കും 1000 തവണ എന്നങ്ങോട്ട് നിയ്യത്താക്കിക്കോളി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളെ വീട്ടിൽ ഒരുപാട് പണിയുള്ളൊരു ടൈമായിരിക്കും ആ ളുഹറിൻ്റെ ഒരു സമയം അല്ലേ? ഇതൊക്കെ കാണുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളിട്ട ഡ്രസ്സ് അങ്ങോട്ട് മാറ്റുക. അതിലൊരുപാട് അഴുക്കുകളും വൃത്തികേടൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു വൃത്തിയുള്ള അലക്കി വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഉളു എടുക്കുക. ഉളു എടുത്തിട്ട് 2 റക്അത്ത് ളുഹാ നിസ്കരിക്കുക. ളുഹാ നിസ്കരിക്കുന്നവരാണ് ളുഹാ നിസ്കരിക്കുക. അല്ല എങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നിസ്കരിക്കുന്നവരാണെങ്കിൽ നിസ്കരിച്ച് അതിൻ്റെ ശേഷമായിട്ട് ചൊല്ലിയാലും മതി. അല്ല, നിങ്ങൾ വുളു എടുത്ത് വന്നിട്ട് ഒരു 2 റക്അത്ത് നിങ്ങൾക്ക് സുന്നത്ത് നിസ്കരിക്കാം കഴിയുന്നവർക്ക്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും റൂമിലിരുന്ന് തനിച്ചിരുന്ന് കൊണ്ട് ഞാൻ ഈ ദിക്ർ ചൊല്ലാൻ പോവാണ് റബ്ബേ. എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലാ, കടം കൊണ്ട് ഒരുപാട് പ്രയാസമാണ്, അതുപോലെ തന്നെ എന്നും ടെൻഷനും ബുദ്ധിമുട്ടുമാണ് എൻ്റെ ജീവിതത്തിൽ. ഓരോന്നോരോന്നാണ് ഓരോ ദിവസം കടന്നു വരുന്നത്. ഒരു സമാധാനമില്ല റബ്ബേ. ഞാൻ ഈ ദിക്ർ നിയ്യത്താക്കി ചൊല്ലാണ് റബ്ബേ. ഇതിൻ്റെ ഫലം എനിക്ക് ഇന്ന് തന്നെ എനിക്ക് കാണിച്ചു തരണേ അല്ലാ എന്ന് അള്ളാനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. എന്നിട്ടൊരു തസ്ബീഹ് മാല കൗണ്ടറോ കയ്യിൽ പിടിച്ച് കിബിലക്ക് അങ്ങോട്ട് മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ യാ അർഹമർ റാഹിമീൻ, 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 യാ അർഹമർ റാഹിമീൻ എന്നങ്ങോട്ട് ചൊല്ലിക്കോളി. 1000 തവണയും ആ ഇരുത്തത്തിൽ ഇരുന്ന് കൊണ്ട് തന്നെ ചൊല്ലണം കേട്ടോ. അല്ലാണ്ട് നിങ്ങളൊരു 500 എണ്ണം ചൊല്ലി അവിടെ നിന്ന് എണീറ്റിട്ട് പിന്നെ അടുക്കളയിലൊക്കെ പോയി ഒരുപാട് ജോലിയൊക്കെ എടുത്ത് വീണ്ടും വന്നിരിക്കുകയാണ് ചൊല്ലാൻ. ആ രൂപത്തിലല്ല പറയുന്നത്. ആ രൂപത്തിൽ ചൊല്ലിയാൽ ഫലം കിട്ടില്ല. ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയാനുള്ള കാരണം
എന്താണെന്നറിയോ, ഞാൻ ഇതുപോലെ ചൊല്ലി നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിക്റാണ്. വെള്ളിയാഴ്ച ദിവസം ലുഹാ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ചൊല്ലിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ലുഹാ നിസ്കരിക്കുന്നവരാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു സമയത്തായിട്ട് ചൊല്ലിക്കോളി എന്ന്. 1000 തവണ ചൊല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, എന്നാലും കുറഞ്ഞ സമയം വേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ ജോലിൻ്റെ ഇടയിലായിട്ട് ആ ഡ്രസ്സിലൊക്കെ വൃത്തിയില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ആ രൂപത്തിലായിട്ട് ചൊല്ലരുത്. വീണ്ടും ഞാൻ പറയാണ് കേട്ടോ, ചൊല്ലിയാൽ ഫലം കിട്ടണ്ടേ. ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ആ ഒരു രൂപത്തിലായിട്ട് നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലുക. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. ഇപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അങ്ങോട്ട് നിയ്യത്താക്കിക്കൊള്ളിട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഒരു ദിക്ർ ഞാനും ചൊല്ലും. എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, അല്ലെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, മക്കളെ കാര്യത്തിൽ ഒരുപാട് ടെൻഷനുണ്ട്, അതുപോലെ തുടങ്ങി ഒരുപാട് പലർക്കും പല വിധത്തിലുള്ള ഇടങ്ങാറായിരിക്കും. നിയ്യത്താക്കി ചൊല്ലിക്കോളിട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.